വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തയ്യബ ഉസ്താദിൻ്റെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ബൈത്തുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിരവധി ഹദീസുകൾ അനസ് റളിയല്ലാഹു തനിക്കൊണ്ട് നബിയിൽ നിന്ന് സല്ലല്ലാഹു, കൂടാതെ ഏറ്റവും ആഴമേറിയ ഇൽമുകൾ അനസ് ഇബ്നു മാലിക്കിനുണ്ട് എന്ന സീറകൾ. അവർക്കുണ്ട് ശിഷ്യന്മാരിലായി ധാരാളം, പുകഴ്ത്തേണ്ട തുബ്ബാഇങ്ങളും വാനോളം. തിരുമുസ്തഫായ നബിക്ക് വർഷം 10 അനസ് ഇബ്നു മാലിക് ചെയ്തതാ ഹിദ്മത്ത്. മദീനയിൽ നബി വന്ന കാലം ആദ്യമായി മാതാവ് കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യമായി. കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് മാതാവന്ന് തിരുമുസ്തഫ നബിയോടതാ പറയുന്നു, ഇത് എൻ്റെ മകൻ അനസാണ്, തങ്ങൾക്കുള്ളതാ. ഹിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്ക് നബിയെ എൻ്റെ കുഞ്ഞാനസിന്, നൽകിവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം എന്നുള്ള പ്രാർത്ഥന മുസ്തഫ നബി അന്ന് അനസ് എന്നവർക്കായി ചെയ്തതും ഫലം വന്ന്. അവർക്കുള്ള തോട്ടം വർഷവും ഇരുകാലം കായ്ക്കുന്നതായി നബിക്കുള്ള പ്രാർത്ഥന മൂലം. പഴത്തിൻ്റെ സീസൺ അല്ല എന്നാലന്നും കാരക്ക മുന്തിരി സുലഭമാണനസിന്നും. 106 ഔലാദുകൾ തനിക്കുണ്ട് എന്നൽ ബിദായത്ത് വന്നിഹായയിലുണ്ട്. ചോദിച്ചു ഒരു ദിനം സാബിത്തുൽ ബന്നാനി അനസോട് ഖാദിമ സാഹിബുൽ ബുർഹാനി, നിങ്ങളുടെ കൈ നബിക്കുള്ളത്ര കൈയോട് സ്പർശിച്ചതായി അറിവുണ്ടോ പറയെന്നോട്. ഉണ്ടെന്നുടൻ അതിനുത്തരം പറയുന്നതായി, എന്നാൽ എനിക്കതു നീട്ട് മുത്താൻ മോഹമായി. ഡമസ്കസിലെ ജുമുഅത്ത് പള്ളിയിലൊരു ദിനം അനസ് ഇബ്നു മാലിക് വന്ന് കാണാനും ജനം. സുഹരി ഇമാം പറയുന്നു, ഞാനും ചെന്ന് കാണുന്നതായി അപ്പോൾ അവർ കരയുന്നു. ചോദിച്ചു, എന്താ തങ്ങളെ കരയുന്നത്? അപ്പോൾ ഇമാമോടിങ്ങനാണ് പറഞ്ഞത്, നബിയും നബിക്കുള്ള അനുചരന്മാരൊക്കെയും അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളെല്ലാം തന്നെയും നശിച്ചു അവയിൽ നിന്നും അവശേഷിച്ചതായി. നിസ്കാരമുണ്ടതു തന്നെ പാഴാക്കുന്നതായി.
ഇക്കാര്യമോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അതുകൊണ്ട് വക്തിൻ്റെ ആദ്യമാണത് വേണ്ടത്. ഒരു ചെറിയ വടിയും തോഹ നബിയിൽ നിന്ന് അനസ് ഇബ്നു മാലിക്കിനുള്ളതായി പറയുന്നു. അത് തൻ്റെ കബറിൽ മറവ് ചെയ്തിട്ടുള്ളതാ. അതിൽ തൻ്റെ സീയത്തുള്ളതായി പറയുന്നതാ. അതുപോലെ സ്വപ്നവും രാത്രിയിൽ തനിക്കുണ്ട്. അതിൽ ത്വാഹ നബിയെ കാണലും പതിവുണ്ട്. അനസ് ഇബ്നു മാലിക്കിനുണ്ട് തോട്ടം പലയിനം. സൂക്ഷിപ്പുകാരൻ വന്ന് പറയുന്നൊരു ദിനം, ഉണങ്ങുന്നു തോട്ടവും വെള്ളമില്ലതുകൊണ്ട് കാര്യങ്ങളും കുഴപ്പത്തിലായി വരുന്നുണ്ട്. ഉടൻ തന്നെ അവർ കൈകെട്ടി നിസ്കരിക്കുന്നതായി, പിന്നീട് റബ്ബോടന്ന് പ്രാർത്ഥിക്കുന്നതായി. ക്ഷണമന്തരീക്ഷം ഇരുളടഞ്ഞതിൽ മേഘമായി, മഴയും അതിൽ നിന്നിട്ടതാ ചൊരിയുന്നതായി. പിന്നീട് കാര്യസ്ഥനെ വിളിച്ചിട്ടെന്താ സ്ഥിതി എന്ന് അന്വേഷിച്ച് വരണം അന്താ. അത് കേട്ട് വേഗം തന്നെ അയാൾ പോകുന്നതായി. സുബ്ഹാന റബ്ബി വന്നുടൻ പറയുന്നതായി, മഴ പെയ്തു തങ്ങൾക്കുള്ള തോട്ടമിൽ മാത്രം, മറ്റുള്ളതിൽ പെയ്തില്ലതെന്തൊരു ശാസ്ത്രം. അനസ് ഇബ്നു മാലിക്കിനെ പിടിക്കണമെന്ന് ഹജ്ജാജ് ആജ്ഞ കൊടുത്തു പോലീസിന്. പോലീസ് ചുറ്റി നടന്നു വീട്ടിൽ ചെന്ന്, മുറ്റത്ത് കാലും നീട്ടി താനിരിക്കുന്നു. പറയുന്നതായി പോലീസ് വന്നനസോട്, കൽപ്പനയമീറിൽ നിന്നുമുണ്ടെന്നോട്. ക്ഷണം തന്നെ താങ്കളെ ഹാജരാക്കണമെന്ന്, അതുകൊണ്ട് വേഗം തന്നെ പോകണമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.